ഹലോ എവ്രി വൺ. നീറ്റ് JEE പോലുള്ള വേരിയസ് എൻട്രൻസ് എക്സാമിനേഷൻസിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് 11th 12th കൂടെ തന്നെ ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷന്റെ കൂടെ തന്നെ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യമാണ്. ബിക്കോസ് ദി കോമ്പറ്റീഷൻ ഈസ് വെരി ടൈറ്റ് ആൻഡ് ടഫ്. അപ്പം നമ്മൾ ഈ 11th 12th കൂടെ തന്നെ ഈ സൈലം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് ഇവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നീറ്റ് JEE പോലുള്ള ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഉയർന്ന മാർക്കും റാങ്കും വാങ്ങുന്നത് എങ്ങനെയാണ്? അതിൽ ഒന്ന് പ്രധാനപ്പെട്ടത് സിലബസിൽ ഊന്നിക്കൊണ്ട് തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എക്സാമിനേഷൻസ്. മാക്സിമം പരീക്ഷകൾ എഴുതുക എന്നുള്ളത് നിർബന്ധമാണ്. ഓഫ് കോഴ്സ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലാസ്സിലൊരു കോൺസെപ്റ്റ് പറയുന്നു, ആ കോൺസെപ്റ്റിൻ്റെ അനാലിസിസ് നമ്മൾ ചെയ്യുന്നു, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ദർ വിൽ ബി ഡിസ്കഷൻസ്, ദർ വിൽ ബി DPPs, ഇനഫ് സ്റ്റഡി മെറ്റീരിയൽസ്, പ്രാക്ടീസ് സെഷൻസ് ഒക്കെ നമുക്കുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് സെൽഫ് പ്രാക്ടീസിനും ഹോംവർക്ക് സെഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഒരു കുട്ടി തൻ്റെതായ ഒരു പാറ്റേണിലേക്ക് മോൾഡ് ചെയ്ത് വരുന്നതിന്, തൻ്റെതായ രീതിയിൽ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് എക്സാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈലം സ്കൂളുകളിൽ എങ്ങനെയാണ് കുട്ടികളെ ഈ പറയുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ സിമെന്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ സൈലത്തിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. 11th ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് നമ്മൾ നീറ്റാണ് എടുക്കുന്നതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കോംബോ ആണ് JEE എക്സാമിനേഷന്. ബോർഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇപ്പം നമ്മുടെ നീറ്റ് ആസ്പിരൻസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രമല്ല അതിൻ്റെ കൂടെ മാത്സ്, ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. ആൻഡ് ഓൾസോ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള മറ്റ് സബ്ജക്റ്റുകൾ കൂടി ചേർത്താണ് നമ്മൾ ബോർഡിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സയൻസ് വരുന്ന വിഷയങ്ങൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഇതിൻ്റെയൊക്കെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. ആ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് 11th പോർഷൻസിലേക്ക് നമ്മൾ കുട്ടികളെ മെല്ലെ കൈപിടിച്ചുയർത്തുകയാണ്. ആൻഡ് ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി ചാപ്റ്റർ, നമ്മളിപ്പോൾ ഏറ്റവും തുടക്കത്തിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ബയോളജിയിലും ഒക്കെയുള്ള ചാപ്റ്റേഴ്സ് ഫിനിഷ് ആകുമ്പോൾ തന്നെ ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് ഈ ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ പ്യുവർ എൻട്രൻസ് മോഡൽ മാത്രമാണോ? അല്ല. കുട്ടികൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ അത് അവരുടേതായ ഭാഷയിൽ എഴുതി അത് പ്രതിഫലിപ്പിക്കുക, അതിലെത്രമാത്രം കാര്യങ്ങൾ കുട്ടികൾക്ക് വ്യക്തമാണ് എന്ന് ടീച്ചേഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ എക്സാമുകൾ അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻസ് നടക്കും. സോ നമുക്ക് നടക്കാൻ പോകുന്ന ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻസിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴുണ്ടാവുന്ന ചാപ്റ്റർ വൈസ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻസ് ആണ്. അത് 45 minutes എക്സാമിനേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ചാപ്റ്റർ വൈസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതൊരു ബേർഡൻ അല്ല. ഒരു ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്റർ കഴിയുന്നു, അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു 1 shot നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ട് എക്സാമിനേഷൻസ് എഴുതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും നമ്മുടെ നീറ്റ് JEE വരുന്ന എല്ലാ സബ്ജക്റ്റുകളെയും, ആൻഡ് ഓൾസോ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ആണെങ്കിൽ ഇതിന് മാത്രമല്ല നമ്മുടെ മറ്റ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻസ് ഉണ്ടാവും. ഇത് ചാപ്റ്റർ വൈസ് മാത്രമാണോ നടക്കുക? അല്ല. കുറച്ച് ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ മൊഡ്യൂളുകളാക്കി തിരിച്ച് പീരിയോഡിക് അസസ്മെന്റ് നടത്തണം. കാരണം ഒന്നിലധികം ചാപ്റ്റേഴ്സ് വന്ന കുട്ടികൾ അത് എങ്ങനെയാണ് എഴുതുക, കൂടുതൽ മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അത് എങ്ങനെയാണ് എഴുതുക. സോ ഫ്രീക്വന്റ് ആയിട്ടുള്ള പീരിയോഡിക് അസസ്മെന്റുകൾ നമ്മുടെ ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻസിൽ നടക്കും. ആൻഡ് അത് കഴിയുമ്പോഴേക്ക് നമ്മുടെ ടേം എക്സാമിനേഷൻസ് വരികയാണ്. സ്കൂളിൽ സമ്മേറ്റീവ് അസസ്മെന്റ് ടെസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. എല്ലാം കൂടി ഓൾ ടുഗദറായി നടക്കുന്ന എക്സാമുകൾ ആൻഡ് ആനുവൽ എക്സാം, റിവിഷൻസ് ആൻഡ് അതിനുവേണ്ടിയുള്ള പ്രീ മോഡൽ എക്സാംസ്, ആനുവൽ എക്സാംസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻസിൽ നടക്കാം. ഈ എക്സാംസ് നടക്കുന്ന അതേ സമയത്ത് അതേ കാലയളവിൽ നമ്മുടെ ഈ കുട്ടികളുടെ എൻട്രൻസ് ഓറിയൻറ്റഡ് എക്സാംസ്, ഒബ്ജക്റ്റീവ് എക്സാംസ് കൂടി നടത്തും. ഒബ്ജക്റ്റീവ് എക്സാംസും നേരത്തെ പറഞ്ഞ പോലെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴുള്ള ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഡിസ്ക്രിപ്റ്റീവ് എഴുതാം, ഒബ്ജക്റ്റീവ് എഴുതാം. അങ്ങനെ ഒരേ സമയം തന്നെ 2 രീതിയിലും കുട്ടികളുടെ ക്ലാരിറ്റി ബിൽഡ് ചെയ്യുക എന്ന പ്രോസസ്സിലൂടെ ആയിരിക്കും സൈലം സ്കൂളുകളിലുള്ള എക്സാമിനേഷൻസിലൂടെ നമ്മൾ നീങ്ങാം. അപ്പോൾ 30 minutes എക്സാംസ് ആണ് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും നമ്മൾ നടത്തുക. ആൻഡ് നേരത്തെ ഡിസ്ക്രിപ്റ്റീവിൽ പീരിയോഡിക് അസസ്മെന്റ് പറഞ്ഞതുപോലെ നമ്മളിവിടെ എൻട്രൻസ് എക്സാംസ്, എൻട്രൻസിൻ്റെ അതേ മോഡലിൽ നടക്കുന്ന എക്സാംസ്. ഇപ്പോൾ നമ്മൾ നീറ്റാണ് എടുക്കുന്നതെങ്കിൽ JEE ആണെങ്കിൽ 3 hours എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ ചാപ്റ്റർ വൈസ് എക്സാംസ് ഒരിക്കലും 3 hours എക്സാംസ് അല്ല, അതൊരു ക്വിക്ക് ആയിട്ടുള്ള കുട്ടികളുടെ സെൽഫ് അനാലിസിസ് എക്സാം കൂടിയാണ്. 30 minutes ആണ് ആ എക്സാമിനേഷൻ നടക്കുക.
പക്ഷെ കുറച്ച് സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ മൊഡ്യൂളുകളാക്കി തിരിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ഓൾ ടുഗദർ ഒരു റിയൽ എൻട്രൻസ് എക്സാം സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗ്രാൻഡ് ടെസ്റ്റുകൾ നടത്തും. ഇപ്പോൾ 3 hours നടക്കുന്ന എക്സാമിനേഷനിൽ നീറ്റിന് എക്സാക്ട് നീറ്റ് മോഡലിൽ 180 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. JEE-ലാണെങ്കിൽ നമുക്ക് 3 hours 75 ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണിലായിരിക്കും നമ്മൾ ഈ എക്സാമുകൾ എഴുതുന്നത്. അപ്പോൾ ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി കുട്ടികളുടെ ഓർമ്മയിലേക്ക് മെമ്മറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഈ ഫ്രീക്വൻ്റ് ആയി നടക്കുന്ന ഗ്രാൻഡ് ടെസ്റ്റുകൾ ഹെൽപ്പ് ചെയ്യും. ഇനി ഗ്രാൻഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കൂടെയുള്ള കുട്ടികളുടെ കൂടെ എല്ലാവരും ഒരേ എൻവയോൺമെൻറ്റിലൂടെ പോയി എഴുതുന്ന എക്സാംസ് ആണ്. ആൻഡ് ടു ഹാവ് എ ബെറ്റർ കോമ്പറ്റീഷൻ, എപ്പോഴും നമുക്ക് കൂടുതൽ ആൾക്കാർ എക്സാമുകൾ എഴുതി ഒരു ഓൾ കേരള അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ റാങ്ക് കിട്ടുമ്പോൾ അത് കുട്ടികളുടെ കോമ്പറ്റീറ്റീവ് നിലവാരം എത്രയാണെന്ന് അനലൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതിനു വേണ്ടി തന്നെ ഫ്രീക്വൻ്റ് ആയി നമ്മൾ കേരളത്തിൽ മുഴുവൻ അല്ലെങ്കിൽ ഓൾ സൈലം സ്റ്റുഡൻസിന് വേണ്ടി ഗ്രേറ്റ് ഇന്ത്യൻ എക്സാം നടത്തുന്നുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ GIB എന്നറിയപ്പെടുന്ന സൈലത്തിൻ്റെ ഇത് തനതായിരിക്കുന്ന ഒരു എക്സാം പാറ്റേൺ അല്ലെങ്കിൽ സെൽഫ് ആയിട്ടുള്ള ഒരു എക്സാമാണ് GIB എക്സാംസ്. സോ ഈ GIB എക്സാംസ് എല്ലാ റെഗുലർ ഇൻ്റർവെല്ലും നമ്മുടെ നീറ്റ് JEE പാറ്റേണിൽ നമ്മുടെ കുട്ടികൾ എഴുതും. അങ്ങനെ കേരളത്തിലുള്ള എല്ലാ കുട്ടികളിലും ഓരോ കുട്ടിയും ഏത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്നും അടുത്ത എക്സാമുകളിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. ഇനിയും ഈ എക്സാമുകൾ ഏതെങ്കിലും ഒരു മാസം മാത്രം നടക്കുന്നതല്ല, എല്ലാ മന്തിലും ഫ്രീക്വൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസ് ആണ്. ആഫ്റ്റർ എവറി ചാപ്റ്റർ ദർ ഈസ് ചാപ്റ്റർ വൈസ് എക്സാം. കുറച്ച് ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് പീരിയോഡിക് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മന്ത്ലി അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് മൊഡ്യൂൾസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഉണ്ടാവും. അതേപോലെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ എൻട്രൻസ് ജേർണിയിലേക്ക് വരുമ്പോഴും ഇപ്പോൾ ബോർഡ് എക്സാമിനേഷൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ആനുവൽ എക്സാം സീരീസുകൾ ഉണ്ടാവും. അതേപോലെ നമ്മുടെ എൻട്രൻസിലേക്ക് നമ്മൾ വരുമ്പോൾ ടുവേർഡ്സ് ദി എൻഡ് യു വിൽ ഓൾസോ ഗെറ്റ് ടു നോ യുവർ പൊസിഷൻ ഇൻ ഓൾ ഇന്ത്യ. GIBs നമുക്ക് ഓൾ കേരള റാങ്കിങ് സിസ്റ്റം മനസ്സിലാക്കി തരുമെങ്കിൽ ഒരു ഓൾ ഇന്ത്യ സിനാരിയോയിൽ നമ്മുടെ പ്ലേസിങ് അല്ലെങ്കിൽ പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയാൻ ഹെൽപ്പ് ചെയ്യുന്ന സൈലത്തിൻ്റെതായിരിക്കുന്ന സൈലത്തിന് മാത്രം തരാൻ കഴിയുന്ന സ്പെഷ്യൽ ഫീച്ചറാണ് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് AITS എന്നറിയപ്പെടുന്നത്. സോ ദാറ്റ് വി ക്യാൻ കോമ്പീറ്റ് വിത്ത് അതർ സ്റ്റുഡൻസ്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു എൻട്രൻസിൻ്റെ ഒരു കോമ്പറ്റീഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മന്ത്ലി എപ്പോഴും നമുക്ക് ഒരുപാട് എക്സാംസിലൂടെ ആയിരിക്കും നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ എക്സാംസിലൂടെ മാത്രമാണ് കുട്ടികളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാക്കുക. എക്സാം സ്ട്രെസ്, എക്സാം ഫിയർ, എക്സാം ആങ്സൈറ്റീസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ തന്നെയാണ്. യു റൈറ്റ് എ ലോട്ട് ഓഫ് എക്സാം, യു ഗെറ്റ് ടു നോ ഹൗ ദി ടൈം ഈസ് മാനേജ്. യു റൈറ്റ് എ ലോട്ട് ഓഫ് എക്സാം, യു നോ ഹൗ ദി ആങ്സൈറ്റി ഈസ് ഗെറ്റിംഗ് മാനേജ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സാമുകൾ എഴുതി കുട്ടികളെ ആ എക്സാം ഫിയറിൽ നിന്ന് അൺലോക്ക് ചെയ്ത് അവരുടെ ഫുൾ എഫിഷ്യൻസി എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പാറ്റേൺ ആണ് സൈലം സ്കൂളുകളിൽ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത്രയും എക്സാംസിലൂടെ മാത്രം കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ചോദ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അത് റിയൽ എക്സാം സിനാരിയോ ആണ്. അതല്ലാതെ ക്ലാസ് റൂമിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വി ഹാവ് പ്ലന്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്ലാസ് റൂം, ഹോം അസൈൻമെൻറ്റുകൾ, അതിൻ്റെ ക്ലാസ് റൂം ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികൾ സെൽഫായിട്ട് കുട്ടികളെ എക്സാമിനേഷൻ ഹാളിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന എക്സാംസും അതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പോഷേഴ്സുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും നല്ല മെത്തേഡിലൂടെ നമ്മുടെ കുട്ടികളെ 11th 12th നമുക്ക് വാർത്തെടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് സൈലം സ്കൂൾസ്. സോ ഈ അവസരം നിങ്ങൾ മിസ് ചെയ്യരുത്. സൈലം സ്കൂളിൻ്റെ ഭാഗമാവുക. ലെറ്റ്സ് മീറ്റ് സൂൺ. താങ്ക് യു.